ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓംനി അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് മാനുവലിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിഫ്ത്ത് ടയർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ഗവൺമെൻറ് അക്കൗണ്ട് ഈസ് ഡാഷ്. ഗവൺമെൻറ് അക്കൗണ്ടുകളുടെ 5 ടയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലെ ഫിഫ്ത്ത് ടയർ ഏതെന്നാണ് ചോദ്യം. ഗവൺമെൻറ് അക്കൗണ്ട്സിൻ്റെ 5 ടയർ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്ടേഴ്സ്, മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്. ഇവയാണ് 5 ടയർ ക്ലാസിഫിക്കേഷനിലെ 5 തലങ്ങൾ. ഇവിടെ 5 ടയർ ക്ലാസിഫിക്കേഷനിലെ 5ാമത്തെ തലം ഏതെന്നാണ് ചോദ്യം. അത് നമുക്കറിയാം. ആൻസർ ഓപ്ഷൻ സി, ഡീറ്റെയിൽഡ് ഹെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ഈച്ച് ഫിനാൻഷ്യൽ ഇയർ is to be laid before the legislature. This annual financial statement is also commonly called dash. ഇന്ത്യൻ ഭരണഘടനയുടെ 202 വകുപ്പനുസരിച്ച് ഓരോ ഫിനാൻഷ്യൽ ഇയറിലും സംസ്ഥാനത്തെ വാർഷിക വരുമാനത്തിൻ്റെയും ചിലവിൻ്റെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിയമസഭയുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ സാധാരണയായി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ നമുക്കറിയാം, ബജറ്റ് എന്നാണ് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, ബജറ്റ്. ഇത് തന്നെ മറ്റൊരു തരത്തിലും ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം വകുപ്പനുസരിച്ചാണ് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്? ഇങ്ങനെ വരുമ്പോൾ ആൻസർ ആർട്ടിക്കിൾ 202 എന്നാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, whose approval is necessary under the rules for introduction of a new major head of accounts. ഒരു പുതിയ മേജർ ഹെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് നിയമപ്രകാരം ആരുടെ അനുമതി ആവശ്യമാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഏതൊരു പുതിയ മേജർ ഹെഡോ മൈനർ ഹെഡോ പുതുതായി ഏർപ്പെടുത്തുന്നതിനും നിർത്തലാക്കുന്നതിനും നിലവിലുള്ളതിൻ്റെ പേര് മാറ്റുന്നതിനും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം അത്യാവശ്യമാണ്. എന്നാൽ ഇങ്ങനെ അംഗീകാരം നൽകുന്നതിനു മുൻപ് CAG ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അപ്രൂവൽ നേടേണ്ടതാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, CAG, who will obtain the approval of president where necessary. Next question, expenditure met usually from borrowed funds with the object of increasing concrete assets of a material and permanent character is classified in accounts as. വായ്പ എടുത്ത ഫണ്ടിൽ നിന്നും ചിലവഴിക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ ഭൗതികവും സ്ഥിരവുമായ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നതുമായ കാര്യങ്ങളെ എന്തായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഇങ്ങനെയുള്ളവയെ എക്സ്പെൻഡിച്ചർ ഹെഡ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് തരം തിരിച്ചിട്ടുള്ളത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ് ദ 5 ടയർ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ് സബ് ഹെഡ് ഈസ് ഡാഷ്. ഗവൺമെൻറ് അക്കൗണ്ടുകളുടെ 5 ടയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ സബ് ഹെഡ്സ് ഏത് തലത്തിലാണ് വരുന്നത്? ഇപ്പോൾ ശ്രദ്ധിക്കുക, സെക്ടേഴ്സ്, മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ് എന്നീ ക്രമത്തിലാണ് 5 ടയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇതിൽ സബ് ഹെഡ് 4ാമത്തെ തലത്തിലാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, 4th ടയർ. ഈ ക്രമം എപ്പോഴും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, funds of local funds are credited in government accounts under the head dash. ലോക്കൽ ഫണ്ടുകൾ ഗവൺമെൻറ് അക്കൗണ്ടിൻ്റെ
ഏത് വിഭാഗത്തിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഗവൺമെൻറ് അക്കൗണ്ടുകൾ 3 ഭാഗങ്ങളായിട്ടാണ്. 1 കൺസോളിഡേറ്റഡ് ഫണ്ട്, 2 കണ്ടിജൻസി ഫണ്ട്, 3 പബ്ലിക് അക്കൗണ്ട്സ്. ഇതിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നത് ടാക്സ് ആയിട്ടും അല്ലാതെയും ഗവൺമെൻറ്റിലേക്കുള്ള വരവുകളും അവയിൽ നിന്നൊക്കെയുള്ള ചിലവുകളും ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 267 അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് അടിയന്തര ആവശ്യങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ളതാണ് കണ്ടിജൻസി ഫണ്ട്. അതുപോലെ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ഇവയിലൊന്നും പെടാത്ത ഡിപ്പോസിറ്റ്സ്, അഡ്വാൻസ് തുടങ്ങിയവയാണ് പബ്ലിക് അക്കൗണ്ടിൽ വരുന്നത്. ഇവിടെ ലോക്കൽ ഫണ്ട്സ് എന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിലോ കണ്ടിജൻസി ഫണ്ടിലോ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ, ഡിപ്പോസിറ്റ്സ് ഓഫ് ലോക്കൽ ഫണ്ട്സ് ഇൻ ദ പബ്ലിക് അക്കൗണ്ട്സ് ഡിവിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മണി ക്യാൻ ബി വിഡ്രോൺ ഫ്രം ദ അലോട്ട്മെന്റ് provided in the budget for a new financial year only after. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഏതെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി ബജറ്റിൽ അനുവദിച്ചിട്ടുള്ള തുക എന്തിനു ശേഷമാണ് പിൻവലിക്കാവുന്നത് എന്നാണ് ചോദ്യം. ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ഒരു പ്രത്യേക സർവീസിന് ചിലവഴിക്കേണ്ട തുകയ്ക്കുള്ള ഡിമാൻഡ്സ്, അതായത് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ്, നിയമസഭ പരിഗണിക്കും. അതിനുശേഷം അപ്രോപ്രിയേഷൻ ബിൽ, അതായത് ധനവിനിയോഗ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കുന്നു. ഇങ്ങനെ പാസാക്കിയതിനു ശേഷം അത് അപ്രോപ്രിയേഷൻ ആക്ട് എന്നറിയപ്പെടും. ഇങ്ങനെ അപ്രോപ്രിയേഷൻ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി അത് അപ്രോപ്രിയേഷൻ ആക്റ്റായി മാറിയ ശേഷം മാത്രമേ ആ കാര്യവുമായി ബന്ധപ്പെട്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, ദ അപ്രോപ്രിയേഷൻ ബിൽ ഹാസ് ബീൻ ഇനാക്റ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് സ്റ്റേജ് ഇൻ ദ ബജറ്ററി സൈക്കിൾ കൺക്ലൂഡ്സ് വിത്ത് ദ ഡാഷ്. ഏതോടു കൂടിയാണ് ബജറ്ററി സൈക്കിളിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് അവസാനിക്കുന്നത്? ബജറ്ററി സൈക്കിളിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പാസിംഗ് ഓഫ് ബജറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബജറ്റ് പാസ്സാക്കുന്നതോടുകൂടെ ആ സെക്കൻഡ് സ്റ്റേജ് അവസാനിക്കും. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, പാസിംഗ് ഓഫ് ബജറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ബജറ്ററി സ്റ്റേജ് ഈസ് ഡാഷ്. ഒരു ബജറ്ററി സൈക്കിളിന് എത്ര സ്റ്റേജസ് ഉണ്ടെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഒരു ബജറ്ററി സൈക്കിൾ എന്നത് 4 സ്റ്റേജുകൾ ചേർന്നതാണ്. അതിലൊന്ന് പ്രിപ്പറേഷൻ ഓഫ് ദ ബജറ്റ്, 2 പാസിംഗ് ഓഫ് ദ ബജറ്റ്, 3 എക്സിക്യൂഷൻ ഓഫ് ദ ബജറ്റ്, 4 റിവ്യൂ ഓഫ് ദ ബജറ്റ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൊസീഡ്സ് ഓഫ് ടാക്സേഷൻ and other receipts relating to revenue are accounted under dash. നികുതി പിരിവിൽ നിന്നും നികുതിയുടെ ഇനത്തിൽപ്പെടുന്ന മറ്റ് ഇനങ്ങളിൽ നിന്നുമുള്ള വരുമാനം താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം, കൺസോളിഡേറ്റഡ് ഫണ്ടിന് 2 മുഖ്യ ഡിവിഷൻസ് ഉണ്ട്. അതിലൊന്ന് റവന്യൂ, രണ്ടാമത്തേത് ക്യാപിറ്റൽ, പബ്ലിക് ഡെബിറ്റ്, ലോൺ എന്നിവയാണ്. ഇതിൽ നികുതി പിരിവിൽ നിന്നും നികുതിയുടെ ഇനത്തിൽപ്പെടുന്ന മറ്റ് ഇനങ്ങളിൽ നിന്നുമുള്ള വരുമാനവും അതിൽ നിന്നും നടത്തുന്ന ചിലവുകളും കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെ റവന്യൂ എന്ന ഡിവിഷനിലാണ് വരുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, കൺസോളിഡേറ്റഡ് ഫണ്ട് റവന്യൂ ഡിവിഷൻ. കൺസോളിഡേറ്റഡ് ഫണ്ട് റവന്യൂ ഡിവിഷനെ വീണ്ടും 2ആയി തിരിക്കും. അത് റെസീപ്റ്റ് ഹെഡ് റവന്യൂ അക്കൗണ്ട് എന്നും എക്സ്പെൻഡിച്ചർ ഹെഡ് റവന്യൂ അക്കൗണ്ട് എന്നുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് വൺ ഓഫ് ദം ഈസ് ഡിഫറെൻറ്റ്. ഐഡൻറ്റിഫൈ ഇറ്റ്. ഓപ്ഷൻ എ ബജറ്റ് ഇയർ, ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ ഇയർ, ഓപ്ഷൻ സി 1st April to 31st March ആൻഡ് ഓപ്ഷൻ ഡി കലണ്ടർ ഇയർ.
താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്തമായത് ഏതെന്നാണ് ചോദ്യം. നമുക്കറിയാം ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ അടുത്ത മാർച്ച് 31 വരെയാണ്. അത് തന്നെയാണ് ബജറ്റ് ഇയറും. അപ്പോൾ ഇവിടെ വ്യത്യാസമായിട്ടുള്ളത് കലണ്ടർ ഇയർ ആണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, കലണ്ടർ ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബഡ്ജറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബൈ ഡേഷ്. നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരെന്നാണ് ചോദ്യം. നമുക്കറിയാം നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ആണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, ഫിനാൻസ് മിനിസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോൺ റൈസ്ഡ് ബൈ ഗവൺമെൻറ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ടു ഡേഷ്. ഗവൺമെൻറ് സമാഹരിച്ച വായ്പകൾ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. കൺസോളിഡേറ്റഡ് ഫണ്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതിന് 2 മുഖ്യ ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് റവന്യൂ, 2 ക്യാപിറ്റൽ പബ്ലിക് ഡെബിറ്റ് ലോൺ. ഇതിൽ റവന്യൂവിനെ കുറിച്ച് മുൻ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു. രണ്ടാമത്തേത് ക്യാപിറ്റൽ പബ്ലിക് ഡെബിറ്റ് ലോൺ. ഇതിനെ വീണ്ടും 3ആയി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് റെസീപ്റ്റ് ഹെഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, 2 എക്സ്പെൻഡിച്ചർ ഹെഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, 3 പബ്ലിക് ഡെബിറ്റ് ലോൺ ആൻഡ് അഡ്വാൻസസ്. അതിൽ ക്യാപിറ്റൽ സ്വഭാവത്തിലുള്ള വരുമാനങ്ങളെയാണ് റെസീപ്റ്റ് ഹെഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭൗതികവും സ്ഥിരവുമായ ആസ്തി വർദ്ധിപ്പിക്കുന്നതിനോ ആവർത്തന സ്വഭാവമുള്ള ബാധ്യതകൾ കുറച്ചുകൊണ്ടുവരുന്നതിനോ വേണ്ടി വായ്പയെടുത്ത ഫണ്ടിൽ നിന്നും നടത്തുന്ന ചിലവുകളെയാണ് എക്സ്പെൻഡിച്ചർ ഹെഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ഗവൺമെൻറ് സമാഹരിച്ചിട്ടുള്ള വായ്പകളും അതിൻ്റെ തിരിച്ചടവും ഗവൺമെൻറ് നൽകിയിട്ടുള്ള വായ്പയും അഡ്വാൻസും എന്നിവ പബ്ലിക് ഡെബിറ്റ് ലോൺ ആൻഡ് അക്കൗണ്ട് എന്നതിലാണ് ഉൾപ്പെടുത്തുന്നത്. ഗവൺമെൻറ് സമാഹരിച്ചിട്ടുള്ള വായ്പകൾ ഏതിലാണ് ഉൾപ്പെടുത്തുന്നതെന്നാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കറിയാം അത് പബ്ലിക് ഡെബിറ്റ് ലോൺ ആൻഡ് അഡ്വാൻസസിലാണ് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് ഫണ്ട്, ലോക്കൽ ഫണ്ട് അക്കൗണ്ട് എന്നിവയാണുള്ളത്. അതിനാൽ തന്നെ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, കൺസോളിഡേറ്റഡ് ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The consolidated fund of state government is known as dash. ഒരു സ്റ്റേറ്റിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്തെന്നാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ ഹൗ മെനി പാർട്സ് ആർ ഗവൺമെൻറ് അക്കൗണ്ട്സ് കെപ്റ്റ്. എത്ര ഭാഗങ്ങളായാണ് ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് എന്നിങ്ങനെ 3 പാർട്ടായിട്ടാണ് ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കപ്പെടുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദെയർ ഇൻ അറബിക് നമ്പർ കോഡ് ഫോർ എ മേജർ ഹെഡ്. ഒരു മേജർ ഹെഡിനെ സൂചിപ്പിക്കുന്ന കോഡിൽ എത്ര ഡിജിറ്റുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു മേജർ ഹെഡിനെ സൂചിപ്പിക്കുന്നത് 4 ഡിജിറ്റ് അറബിക് നമ്പർ ഉപയോഗിച്ചാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ദ അക്കൗണ്ട്സ് ഈസ് ദ ഡേഷ്. 5 ടയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലെ മെയിൻ യൂണിറ്റ് ഏതെന്നാണ് ചോദ്യം. 5 ടയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലെ മെയിൻ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് മേജർ ഹെഡാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, മേജർ ഹെഡ്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടയർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ് എന്നാണ് ചോദ്യമെങ്കിൽ സെക്ടേഴ്സ് എന്നാണ് ആൻസർ എഴുതേണ്ടതെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ 5th ആൻഡ് ദ ലാസ്റ്റ് ടയർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ദ അക്കൗണ്ട്സ് ഈസ് ദ ഡേഷ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സിൽ 5ാമത്തേതും അവസാനത്തേതുമായ തലം ഏതെന്നാണ് ചോദ്യം. 5 ടയർ ക്ലാസിഫിക്കേഷനിൽ 5ാമത്തേത് ഡീറ്റെയിൽഡ് ഹെഡാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, ഡീറ്റെയിൽഡ് ഹെഡ്. ഒബ്ജക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നറിയപ്പെടുന്നതും ഡീറ്റെയിൽഡ് ഹെഡാണ്. ഓർത്തിരിക്കുക, ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The transactions relating to the contingency fund of a state are recorded under which part of the government accounts?
ഒരു സ്റ്റേറ്റിൻ്റെ കണ്ടിജൻസി ഫണ്ടിൻ്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ് അക്കൗണ്ട്സിൻ്റെ ഏതു പാർട്ടിലാണ് വരുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം അത് പാർട്ട് 2 വരുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, പാർട്ട് 2. ഈ ക്രമം ഓർത്തിരിക്കുക. പാർട്ട് 1 എന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട്, പാർട്ട് 2 കണ്ടിജൻസി ഫണ്ട്, പാർട്ട് 3 പബ്ലിക് അക്കൗണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Budget is presented before the state legislature as per Article dash of the Constitution of India. സംസ്ഥാന നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 202 അനുസരിച്ചാണ് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, 202. Next question. Legal authority to withdraw money from the consolidated fund of the state is dash. ഒരു സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള നിയമപരമായ അധികാരത്തെ എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള നിയമപരമായ അധികാരത്തെ അപ്രോപ്രിയേഷൻ ആക്ട് എന്നാണ് പറയുന്നത്. So here the answer option A, Appropriation Act. Next question. On the day fixed by the dash, the finance minister will present the budget in the legislature. ഫിനാൻസ് മിനിസ്റ്റർ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആര് നിശ്ചയിച്ച ഡേറ്റിനനുസരിച്ചെന്നാണ് ചോദ്യം. നമുക്കറിയാം ഗവർണർ നിശ്ചയിക്കുന്ന ഡേറ്റ് പ്രകാരമാണ് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, ഗവർണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബജറ്റ് വിങ് ഓഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂസ് സർക്കുലർസ് ടു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ പ്രസൻറ്റേഷൻ ഓഫ് ബജറ്റ് എസ്റ്റിമേറ്റ് ഡ്യൂറിംഗ് ദ മന്ത്. ഏതു മാസത്തിലാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബജറ്റ് വിങ് ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനായി HODമാർക്ക് സർക്കുലർ അയക്കുന്നത്? എല്ലാ വർഷവും ജൂലൈ മാസത്തിലാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബജറ്റ് വിങ് ഇത്തരത്തിലുള്ള സർക്കുലർ അയക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, ജൂലൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡേഷ് ഡിസ്കഷൻ ഓഫ് ദ ബജറ്റ് ഈസ് അലൗഡ് ഓൺ ദ ഡേ വിച്ച് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ടു ദ അസംബ്ലി. ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ദിവസം അതിന്മേൽ ചർച്ച അനുവദിക്കുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. നമുക്കറിയാം നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം അതിന്മേൽ ചർച്ച അനുവദിക്കാറില്ല. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, നോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലിസ്റ്റ് ഓഫ് ദ മേജർ ആൻഡ് മൈനർ ഹെഡ്സ് authorized to operated in the state's account is given in appendix dash of KBM. മേജർ ഹെഡുകളുടെയും മൈനർ ഹെഡുകളുടെയും ലിസ്റ്റ് ബജറ്റ് മാനുവലിൻ്റെ ഏത് അപ്പൻഡിക്സിലാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം. നമുക്കറിയാം മേജർ ഹെഡുകളുടെയും മൈനർ ഹെഡുകളുടെയും ലിസ്റ്റ് കേരള ബജറ്റ് മാനുവലിൻ്റെ അപ്പൻഡിക്സ് 2 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, 2. ശ്രദ്ധിക്കുക, കേരള ബജറ്റ് മാനുവലിൻ്റെ അപ്പൻഡിക്സ് 1 ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെക്ടേഴ്സ് ആൻഡ് സബ് സെക്ടേഴ്സ് ആണ്. അപ്പൻഡിക്സ് 2 ഉൾപ്പെടുത്തിയിട്ടുള്ളത് മേജർ ആൻഡ് മൈനർ ഹെഡ്സ് ആണ്. അപ്പൻഡിക്സ് 3 ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡീറ്റെയിൽഡ് ഹെഡ്സിൻ്റെ ലിസ്റ്റാണ്. കേരള ബജറ്റ് മാനുവലിൻ്റെ വളരെ പ്രധാനപ്പെട്ടതും വളരെ ഈസിയായി പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതുമായ ഒരു പോർഷനാണ് നമ്മൾ പഠിച്ചത്. ശ്രദ്ധയോടെ പഠിക്കുക, പരമാവധി മാർക്ക് നേടുക. ഇക്കഴിഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിന് ഓംനി അക്കാഡമിയുടെ ക്ലാസ്സുകൾ പഠിച്ചവർക്ക് എക്സാംസ് ഈസി ആയിരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.